കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വൈദ്യസഹായം കൂടാതെ തന്നെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന 5 ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. 5 ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വന്ധ്യതയ്ക്ക് കാരണമാകുന്ന, നമ്മൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഒരു വൈദ്യസഹായം കൂടാതെ നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ അനുഭവപ്പെടുന്ന മാനസിക പിരിമുറുക്കം, നമ്മളിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ. ഈ ടെൻഷൻ നമ്മളിൽ വന്ധ്യതയുണ്ടാക്കാനായിട്ട് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. കാരണം നമ്മളിൽ ഒരു ടെൻഷൻ അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്ത്, അത് നമ്മുടെ വർക്ക് പ്രഷറോ ഫാമിലി ഇഷ്യൂസോ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒരു ടെൻഷൻ അനുഭവപ്പെടുന്ന നമ്മുടെ ഒരു ദിവസം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെപ്രാളവും നമ്മൾ അനുഭവിക്കുന്ന ആ ടെൻഷനും കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഹാർട്ട് ബീറ്റ് കൂടാം, നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ ഉയർന്നതായിട്ട് നമുക്ക് പനി വരുന്നതായിട്ട് നമുക്ക് തോന്നും, നമ്മൾ ഫുൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നും. അതിന് മുമ്പ് ഒരു എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇരുന്നിട്ടുള്ള നമ്മൾ ആ ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്ത്, ഈ ഒരു ഡിപ്രഷൻ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോവും, കംപ്ലീറ്റ്ലി നമ്മൾ മൂഡ് ഓഫ് ആയിപ്പോവും. നമ്മൾ ഈ മൂഡ് ഓഫ് ആയി പോകുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചത് എന്താവും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ ബോഡിയെ അത് എഫക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ആക്ടിവിറ്റി കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതെല്ലാം നോർമൽ ലെവലിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓവുലേഷൻ നിങ്ങളിൽ നടക്കുന്ന സമയത്താണ് ഈ സ്ട്രെസ് അനുഭവപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ സ്ട്രെസ് അനുഭവപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, ഈ സ്ട്രെസ്സ് നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വർക്ക് സ്ലോ ആകുന്നു. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ഈ ടെൻഷൻ അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാനായിരിക്കും ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരം കൊടുക്കുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും സെക്കൻഡറി ആവും. അതെല്ലാം നോർമലായിട്ടാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു സ്ത്രീയുടെ ആക്ടിവിറ്റീസ് എല്ലാം പോകുന്നതെങ്കിൽ, നമ്മൾ ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനും ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കാനും ഒക്കെ അത് കാരണമാകും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഇനി അത് ഓവുലേഷൻ സമയമാണെങ്കിലും ഇംപ്ലാന്റേഷൻ സമയമാണെങ്കിലും, ഇനി അതൊന്നും അല്ലാതെ നമുക്കിതൊന്നും പ്രഗ്നൻസിക്ക് ഒന്നും ട്രൈ ചെയ്യാത്തൊരു പീരിയഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് മൂലം നിങ്ങളുടെ പീരിയഡ്സ് ഒന്നുകിൽ തള്ളിപ്പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നേരത്തെ ആയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അത്രയധികം ആക്ടിവിറ്റീസ് നമ്മൾ ഈ അനുഭവപ്പെടുന്ന സ്ട്രെസ്സ് നമ്മളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടാതെ വരിക. അത് സ്ത്രീകളിലാണെങ്കിലും ശരി, പുരുഷന്മാരിലാണെങ്കിലും ശരി. സ്ത്രീകളിൽ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല, സ്ത്രീകൾ പോട്ടെ, നമ്മളൊരു കോമൺ ആയിട്ട് നമ്മുടെ മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് ഡൗൺ ആയി പോവില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം രാത്രി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഫുൾ മൂഡ് ഔട്ടായിരിക്കും. നമുക്ക് തലവേദന എടുക്കും, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും, ചിലർ വോമിറ്റ് ചെയ്യും. അതുപോലെയുള്ള ക്ഷീണം എപ്പോഴും നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോഴേക്കും നമ്മൾ എനർജറ്റിക് ആവാത്ത പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസിൻ്റെയും വർക്ക് ഫുൾ ഡൗൺ ആയിപ്പോവും, നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാതായിപ്പോവും. അപ്പോൾ ഒരു ഓവുലേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റേഷൻ്റെ സമയത്തോ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും. പുരുഷന്മാരിലാണെങ്കിൽ തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിനും മോട്ടിലിറ്റി കുറയ്ക്കുന്നതിനും ഒക്കെ അത് കാരണമാകും. അപ്പോൾ നിങ്ങൾ അതും കൂടിയും ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം ഉറക്കം കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളുടെ ആ ഒരു ഉറക്കം കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കും. കാരണം ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇനി നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കക്കുറവ് സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണുക. ഇങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്
നമ്മുടെ ആ ഒരു ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. കൂടുതലും പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം പയ്യെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിടന്ന് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് ഇങ്ങനെ മൊബൈൽ പോലുള്ള ഗാഡ്ജറ്റ്സ് ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുക. ലാപ്ടോപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ടി വി കൂടുതലായിട്ടൊക്കെ കാണാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഉറക്കം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ആ ഒരു ഉറക്കം കൃത്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നതിനുമൊക്കെ ഒരു സിറ്റുവേഷനാണ്, അതും കാരണമാകും. ഈ ഉറക്കം എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കാർട്ടിൽ കൊടുക്കാം, അതുപോലെ എൻഡ് സ്ക്രീനിലും കൊടുക്കാം കേട്ടോ. അതുപോലെ മൂന്നാമത്തെ റീസണാണ് നമ്മൾ ഓവർ വെയ്റ്റോ അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റോ ആവുക. കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചാൽ, അതായത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഓവർ വെയ്റ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ തീരെ കഴിക്കുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ അണ്ടർ വെയ്റ്റ് ആകാനായിട്ടും സാധ്യതയുണ്ട്. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വണ്ണം വെച്ച് പോകുന്നതും ഒരു പരിധിയിൽ കൂടുതൽ വണ്ണം കുറഞ്ഞു പോകുന്നതും നമ്മുടെ ശരീരം ഹെൽത്തി അല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ എപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ശരീരഭാരം നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കാത്തവരാണെങ്കിൽ തന്നെ കൂടുതൽ വണ്ണം വയ്ക്കുന്നത് ചിലപ്പോൾ തൈറോയ്ഡ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ PCOS ഉള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ എപ്പോഴും നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പൊക്കത്തിനും അതുപോലെ നമ്മുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള വണ്ണം നമ്മളിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വ്യായാമം ചെയ്യുക. ഇനി വണ്ണം വെക്കാനും വണ്ണം കുറയ്ക്കാനും വേണ്ടിയിട്ട് വ്യായാമം ചെയ്തില്ല എങ്കിൽ കൂടി തന്നെ നമ്മുടെ ശരീരം എപ്പോഴും ഫിറ്റായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊരു പരിധി വരെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നത് തടയുന്നതിനും നമ്മളെ സഹായിക്കും. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ്. ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് നമുക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവരിൽ മെൻസ്ട്രൽ സൈക്കിൾ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലക്ച്വേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലവരിൽ 28 ദിവസമായിരിക്കും, ചില മാസം ചിലപ്പോൾ 30 ദിവസമാകും, ചില മാസം 32 ദിവസമാകും, ചില ദിവസം ബാക്ക് ടു 28 ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഓവുലേഷൻ ഡേറ്റ് പലർക്കും കണ്ടുപിടിക്കാനായിട്ട് കഴിയാതെ വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഈസി ആയിട്ട് 100% ഈസി ആയിട്ട് വെറും 2 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വെറും 2 സെക്കൻഡ് മാത്രം മതി നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ. ട്രസ്റ്റ് മീ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഓവുലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതും ഞാൻ ഈ പറയുന്ന മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. നമുക്ക് ഏകദേശം നമ്മുടെ 2 കാൽക്കുലേഷനും കറക്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റും നമുക്ക് ഉപയോഗിക്കാം. ഈ 2 എണ്ണവും യൂസ് ചെയ്തിട്ട് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓവുലേഷൻ നടക്കുന്ന ലക്ഷണങ്ങളുണ്ട്. നമ്മുടെ ബ്രസ്റ്റിൽ അനുഭവപ്പെടുന്ന പെയിൻ, നമ്മുടെ സെക്സ് ഡ്രൈവിലുണ്ടാകുന്ന വ്യത്യാസം. സെക്സ് ഡ്രൈവിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൂടുക. നമ്മൾ ആ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്ത്രീ ശരീരം പുരുഷനെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന് മാറുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമുക്കും ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള താല്പര്യം കൂടുതലായിരിക്കും ഒരു ഓവുലേഷൻ സമയത്ത്. ഓക്കെ, അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സമയമായി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാകുന്ന മാറ്റങ്ങൾ. നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ടാണോ പോകുന്നതെന്ന്. നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങളാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ കുടിക്കുന്നത്, അതല്ലെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ, നമുക്ക് ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടോ, നമ്മൾ എക്സസൈസ് ഒട്ടും ചെയ്യുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യുക. ഇതിലേതിലാണ് നിങ്ങൾക്ക് പോരായ്മ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിലോട്ടാണ് നിങ്ങൾ ബാക്ക് പോയിട്ടുള്ളത്. ജങ്ക് ഫുഡ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ, ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ, നിങ്ങൾ എക്സസൈസ് ഒട്ടും തന്നെ ചെയ്യുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലൊക്കെ നിങ്ങളൊരു പിടുത്തം വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺട്രോൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
എല്ലാവരിലും ഈ ഇൻഫെർട്ടിൽ ഉണ്ടാക്കുന്നതിന് കാരണം PCOSോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ ഒന്നും ആവില്ല. ചിലർക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. തുടക്കത്തിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള പ്രശ്നവും കംപ്ലീറ്റ് ആയിട്ടൊരു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന് ഇതെല്ലാം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയും ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളതിലേക്ക് മെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമെയിലും മെസ്സേജ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലും മെസ്സേജ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ മെസ്സേജ് ഇട്ടരുത്. എല്ലാവരുടെയും മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പ്രിയോറിറ്റി അനുസരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാതാവുന്നു. നിങ്ങൾക്കറിയാം, എനിക്കും 2 കുഞ്ഞുമക്കളാണ്. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല വീഡിയോസിലും സെയിം ആയിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വരുന്നു. എല്ലാവർക്കും കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിന് മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാത്രം കമൻറ്റ്സ് ചോദിക്കുക കേട്ടോ. വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നിങ്ങളുടെ ജിമെയിലും ഒക്കെ മെയിൽ ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങളുടെ പബ്ലിക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.